പരത്തുന്നുവെന്ന RSS നേതാവിന്റെ പരാമർശം കോമഡിയാണ് എന്ന വേടൻ. താൻ മുൻപും ഇത്തരം വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്. സർവ്വജീവികൾക്കും സമത്വം കാക്ഷിക്കുന്നു. അംബേദ്കർ രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കുന്നത്. അമ്പലങ്ങളിൽ പാടും, അമ്പലങ്ങളിൽ പ്രോഗ്രാമും കിട്ടും. എടുക്കുന്ന ജോലി ആർക്കൊക്കെയോ കൊള്ളുന്നതിന്റെ തെളിവാണ് വിമർശനങ്ങൾ ഉയരുന്നതിലൂടെ വ്യക്തമാകുന്നത് എന്ന് വേടൻ പറഞ്ഞു. ഇന്നലെ RSS സൈദ്ധാന്തികൻ NR മധു, കേസരി പത്രത്തിന്റെ മുഖ്യ പത്രാധിപനായ NR മധു വേടനെതിരെ വളരെ പരസ്യമായി ഒരു അമ്പലത്തിലെ ഒരു പ്രതിഷ്ഠാ ദിനത്തില് വളരെ ആനടിക്കേണ്ടായി. ഇനി ചുറ്റമ്പലത്തിലേക്ക് നാലമ്പലത്തിലേക്കൊന്നും വേടനെ പോലെയുള്ള ആളുകളെ അവരൊക്കെ പടിക്ക് പുറത്ത് നിർത്തണം. അടിയന്മാരെ പണ്ടുവരെ തന്നെ ചെയ്തിരുന്നത് അടിമകളായിട്ടുള്ള താഴ്ന്ന ജാതിക്കാരെ പടിക്ക് പുറത്ത് തന്നെയായിരുന്നു. സ്കൂളിലും അതുപോലെ തന്നെ അമ്പലങ്ങളിലൊക്കെ പ്രവേശനാനുമതി ഉണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് ഇദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അതിന് മറുപടി നമ്മുടെ ചെക്കൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്നലെ ഇയാൾ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. ഒന്നും കൂടെ നമുക്കൊന്ന്. ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും. വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. എങ്കിലും വേടന്റെ ആശയങ്ങൾ അതിന് വല്ലാത്തൊരു ചൂടാണ്, അതിന് വല്ലാത്തൊരു തീയാണ്. ആ തീയിനോടാണ്, അല്ലാതെ വേടനോട് എനിക്ക് എന്ത് പ്രശ്നം? വേടനോടല്ലാതെ എനിക്ക് എന്ത് പ്രശ്നം? ഇന്ന് ഇന്ത്യയിൽ തന്നെ നരേന്ദ്രമോദിയെ ഇത്രയധികം രൂക്ഷമായിട്ട് ചോദ്യം ചെയ്യുന്ന, പാട്ടിലൂടെ ചോദ്യം ചെയ്യുന്ന മറ്റൊരാളും ഒരുപക്ഷെ ഇന്ത്യയിൽ, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരിക്കില്ല. ഇവരുടെ ഈ കപട തീവ്ര രാജ്യസ്നേഹം അതിനെയാണ് വേടൻ പൊളിച്ചടുക്കി കൈ കൊടുക്കുന്നത്. കൂറുകട്ടവൻ ഭരിച്ചാൽ ഊരുകട്ടവൻ മുടിക്കും. കപട ദേശവാദി, നാട്ടിൽ മത ജാതി വ്യാധി, അഥവാ ഈ കപട രാഷ്ട്ര സ്നേഹം, കപട രാജ്യസ്നേഹം, തീവ്ര രാജ്യ കപട സ്നേഹം, അങ്ങനെ എന്തൊക്കെയാണ് ചാണകങ്ങളെ നിങ്ങളെ പറയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കപടമായ രാജ്യസ്നേഹമാണ്. മോഡിക്കൊക്കെ യഥാർത്ഥ രാജ്യസ്നേഹമുണ്ട്. രാജ്യത്തെ ബ്രിട്ടീഷുകാർ പോലും വിചാരിച്ചിട്ട് തകർക്കാൻ പറ്റാത്ത രീതിയിലാണ് വർഗീയത പറഞ്ഞ് രാജ്യത്തെ തമ്മിലടിപ്പിക്കുന്നത്. ഈ കപടദേശവാദി, നാട്ടിൽ മത ജാതി വ്യാധി, തലവനില്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി, വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി, വാക്കെടുത്തവൻ രാജ്യദ്രോഹി, തീവ്രവാദി. അവർക്കെതിരെ മിണ്ടിയവരൊക്കെ രാജ്യദ്രോഹികളും തീവ്രവാദികളുമാണ്. അതാണ് ഇപ്പോൾ ഇവിടെ ഈ ചങ്ങാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേടൻ വിഘടനവാദിയാണ്. വേടന്റെ പിന്നിൽ ഒരു വലിയ സംഘമുണ്ട്. അവൻ സിറിയയെ പറ്റി പാടുന്നു, ഫലസ്തീനെ പറ്റി പാടുന്നു, എന്തെല്ലാമാണ് അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് വേണ്ടി പാടുന്നു. വരും തലമുറകളിൽ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരെല്ലാം വേഷം കുത്തിവെക്കുന്നു. എന്താണ് വേഷം കുത്തിവെക്കുന്ന വേഷം? നിങ്ങൾ രാഷ്ട്രീയ ബോധമുള്ളവരായിരിക്കണേ. നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിങ്ങളിലേ ഒരു ഹോപ്പുള്ളൂ. കാരണവന്മാരൊക്കെ പൊട്ടത്തരം കാട്ടി ഈ കളവനെ കുറിച്ചാണ് വേടൻ പറഞ്ഞത്. പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. ഹേമന്തും ടീമാണ് അവന്റെ ബാക്കിലുള്ള ശക്തികൾ. ഹേമന്ത് തെമ്മാടി, നീ തീവ്രവാദിയായിരുന്നല്ലേ? അപ്പൊ പറയുന്നത് കലാ ആഭാസമാണ്. വേടൻ ചെയ്യുന്നത് കലാ ആഭാസമാണ്. ആ കലാ ആഭാസം, അതിൽ പറയുന്ന വിഘടനവാദം, വേടന്റെ വരികളിലെ വിഘടനവാദം എന്താണ്? ഇതൊക്കെ തന്നെയാണ്. നീർനിലങ്ങളിൻ അടിമയാര് ഉടമയാര്, നിലങ്ങൾ വേലി 1000 തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്? ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല ആണേൽ. ഇതൊക്കെയാണ് വേടന്റെ വരികളിലെ വിഘടനവാദം. തമ്പുരാക്കന്മാരെ ചോദ്യം ചെയ്യാൻ പാടില്ല. കുട്ടികളോട് എന്താ വേടൻ പറയുന്നത്? നമ്മൾ അരാഷ്ട്രീയവാദികളാണെന്ന് പറയുന്ന കാരണവന്മാർക്ക്, കളവന്മാരോട് പറയണം, ഞങ്ങൾ രാഷ്ട്രീയവാദികളാണ്, ഞങ്ങൾക്കും അറിയാം രാഷ്ട്രം, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തെ സ്നേഹിക്കാൻ അറിയാം. അതിനെന്ത് വേണം? നിങ്ങൾ പഠിക്കണം, അംബേദ്കറെ പഠിക്കണം, അയ്യങ്കാളിയെ പഠിക്കണം, രാഷ്ട്രശില്പികളെ പഠിക്കണം, ചരിത്രം പഠിക്കണം എന്ന് പറയുന്ന വാക്കാണോ വിഘടനവാദം? എല്ലാ നിയമ സംവിധാനത്തിന് താഴെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് ഡോക്ടർ അംബേദ്കറും അയ്യങ്കാളിയുള്ള കാരണം നമ്മുടെ നമ്മളെ ഭയങ്കര രാഷ്ട്രീയവാദികളാണ് ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറയുന്ന സമൂഹത്തിനടുത്ത് നമുക്ക് തുറന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് അറിയാം ആരാണൊക്കെ. നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്? ഇവിടെ ജീവിക്കാനുള്ള അധികാരം നമുക്ക് ആരാണ് പതിച്ചാന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പിള്ളേർ പഠിച്ചിരിക്കണം. നമ്മൾ ആ രാഷ്ട്രീയവാദികളെന്ന് വിളിക്കുന്ന ഈ കിളവന്മാരെ മുന്നിൽ നമുക്ക് വന്ന് പറയാൻ പറ്റില്ല ഞങ്ങളും രാഷ്ട്രീയവാദികളാണ്. നമുക്കിത് തുറന്ന് പറയാൻ പറ്റും. ഞാൻ എന്റെ രാജ്യത്തെ നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന പോലെ ഞാനും എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്ര
അതിനു വേണ്ടിയിട്ട് എനിക്ക് ഉണ്ടാക്കി പാട്ട് പാടണമെങ്കിൽ രാഷ്ട്ര നേതാക്കന്മാരെ ഗോഡ്സെയെ കുറിച്ചല്ല, ഗോഡ്സെ വെടിവെച്ച് കൊന്ന മഹാത്മാഗാന്ധിയെ കുറിച്ച് പഠിക്കണമെന്ന് പറയുന്നത് തന്നെയാണോ വിഘടനവാദം എന്ന് പറയുന്നത്? ഇവർക്കതൊക്കെ വിഘടനവാദമാണ്, ഇവർക്കതൊക്കെ പ്രശ്നമാണ്. കുട്ടികളെ രാഷ്ട്രീയ ബോധമുള്ളവരായാൽ ഇവരുടെ വർഗീയതയും ഇവരുടെ വിഷം ചീറ്റുന്ന ചിന്താഗതികളും നടക്കില്ല. അപ്പൊ ഇവരുടെ കണ്ണിൽ യഥാർത്ഥ രാഷ്ട്രബോധമുള്ളവരായി മക്കളെ വാർത്തെടുക്കുന്നത് പ്രശ്നമാണ്. ഇനി ചങ്ങാതിയുടെ ഈ വർത്താനത്തിന് നിന്ന് വേടൻ കൊടുത്ത മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം. വേടൻ പറഞ്ഞത് കോമഡിയാണ്. ഇയാൾ പറയുന്നത് കോമഡിയാണ്. കൊള്ളേണ്ടടത്ത് കൊണ്ടിട്ടുണ്ട് എന്നാണ് വേടൻ പറയുന്നത്. എന്റെ വാക്കുകൾ കൊള്ളേണ്ടടത്ത് കൊണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുക്കുന്ന ജോലി വിമർശനങ്ങൾ ഉയരുന്നതിലൂടെ വ്യക്തമാക്കുന്നത് എന്ന് വേടൻ പറഞ്ഞു. പുള്ളിക്കാരന്റെ അഭിപ്രായം പറയാനുള്ള ഒരു കാര്യം കൂടിയാണല്ലോ. ഞാൻ സർവ്വജീവികൾക്കും സമത്വം വിചാരിക്കുന്ന അംബേദ്കർ പൊളിറ്റിക്സാണ് വിശ്വസിക്കുന്നത്. പുതിയ കാര്യമല്ല, ഞാൻ ഭയങ്കര വിഘടനവാദിയാണെന്നാണ് മുന്നേ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇല്ല, എനിക്കറിയില്ല ഇവരെന്തെങ്കിലും പറയണേന്ന്. അത് പൂർണ്ണ നമ്മൾ എടുക്കുന്ന ജോലി എവിടെയോ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്, പ്രവർത്തിക്കുന്നുള്ള കാര്യം നല്ല കാര്യമായിട്ട് മാത്രം എടുക്കുന്നുള്ളൂ. ഞാൻ ജാതി ഭീകരത എന്ന് പറയുന്നത് കോമഡി അല്ലേ അത്? എന്താ മറുപടി പറയാ? ഈ ചങ്ങാതിക്കോ ഈ കളവനൊന്നും ഇത്ര വിവരമില്ലാതായോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. അല്ല പിന്നെ അമ്പലങ്ങളിൽ ഇനിയും ഷോ കിട്ടും, ഞാൻ പോയി പാടുകയും ചെയ്യും. അല്ലാതെ ഇവര് പറയുന്നത് കൊണ്ടൊന്നും ഇത് നിൽക്കാൻ പോകുന്നില്ല. ഇവരാരാണ്? RSS നേതാവ് NR മധുവിന്റെ വിമർശനങ്ങളെ പുച്ഛിച്ചു തള്ളി റാപ്പർ വേടൻ. ജാതി ഭീകരത എന്നത് കോമഡി, താൻ വിശ്വസിക്കുന്നത് അംബേദ്കർ രാഷ്ട്രീയത്തിൽ. എടുക്കുന്ന ജോലി ആർക്കൊക്കെയോ കിട്ടുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് വിമർശനം. അമ്പലങ്ങളിൽ പരിപാടി കിട്ടും, ഇനിയും പാടുമെന്നും വേടൻ. ഞാൻ സർവ്വജീവികൾക്കും സമത്വം വിചാരിക്കുന്ന അംബേദ്കർ പൊളിറ്റിക്സാണ് വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല ഇവരെന്തെങ്കിലും പറയണേന്ന്. അത് പൂർണ്ണ നമ്മൾ എടുക്കുന്ന ജോലി എവിടെയോ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്, പ്രവർത്തിക്കുന്നുള്ള കാര്യം നല്ല കാര്യമായിട്ട് മാത്രം എടുക്കുന്നുള്ളൂ. ഞാൻ അമ്പലങ്ങളിൽ എനിക്ക് എന്തായാലും അമ്പലങ്ങളിൽ ഷോ കിട്ടും, ഞാൻ എന്തായാലും പോയി പാടും ചെയ്യും. കുറെ പേഴ്സണൽ പരിപാടികളിലേക്കും ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാ, നമ്മൾ എടുക്കുന്ന പണിയുടെ ഭാഗമായി പോയി ആൾക്കാർക്ക് ഒരു പേടിയൊക്കെ മാതിരിയാണ്. നമ്മളതിനെ എന്താ ചെയ്യാ, പോയിട്ട് വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നമുക്കൊപ്പം ചേരുന്നത്. സഹിൻ, എടുക്കുന്ന പണി കൊള്ളുന്നുണ്ട്, തന്റെ പാത കൃത്യമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് വേടൻ.